ഷാനവാസും അനീഷും വീണ്ടും ജയിലിലേക്ക് പോകുകയാണ് എന്ന സൂചന തരുന്ന ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് ജയിൽ നോമിനേഷൻ തന്നെയാണ്. ആദ്യം തന്നെ ലക്ഷ്മി അവിടെ ഇരുന്നു കൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അക്ബറാണ് ഈ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് ലക്ഷ്മി പറയുന്നു. അങ്ങനെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ആര്യം വന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയാലും നന്നാകില്ല എന്ന് പറയല്ലേ എന്ന് അനീഷിൻ്റെ അടുത്ത് പറയുന്നു. അനീഷ് ആ സമയത്ത് കൈ തൊഴുതൊക്കെ പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാബുമാൻ വന്നിട്ട് നിങ്ങളെ ഒരു സീക്രട്ട് ടാസ്കൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് നൂറ വന്നിട്ട് ലക്ഷ്മിയുടെ ഒരു കുറ്റം പറയുന്നുണ്ട്. അതായത് ലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി അതങ്ങ് കണ്ണടച്ച് കളയും, അത് ആരോടും പറയത്തില്ല, അതങ്ങ് ഒഴിവാക്കി വിടും എന്ന് പറഞ്ഞ് ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെയാണ് മെയിൻ ആൾ വരുന്നത്. ഷാനവാസ് വന്നിട്ട് അനീഷ് എനിക്ക് കൂട്ടുകാരൻ എന്നൊരു ലേബൽ തന്നിട്ട് അവൻ എൻ്റെ വായ അടപ്പിക്കാമെന്നാണ് വിചാരിച്ചത്, അത് നടക്കൂല എന്ന് പറഞ്ഞ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി. അവർ തമ്മിൽ എന്തോ രാവിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിൻ്റെ പേരിൽ ഷാനവാസും അതുപോലെ പ്രമോയ്ക്കകത്ത് കൂടുതൽ പേരും അനീഷിനെ നോമിനേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തവണയും അനീഷും ഷാനവാസും തന്നെ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.